പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നാം നാളെ കേൾക്കുക. ഇന്നലെ കേട്ടതിൻ്റെ തുടർച്ച തന്നെയാണ് നാം കേൾക്കുക. നിക്കോദേമോസും യേശുവും പൂർണ്ണമായി മാനസാന്തരപ്പെട്ട ഫരീസയരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നത് നിക്കോദേമോസ് തന്നെയാണ്. മറ്റു 2 പേരെ കൂടി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. ഒന്ന് പൗലോസ്, മറ്റൊരാൾ ഗമാലിയേൽ. എന്നാൽ ഗമാലിയേലും പൗലോസുമൊക്കെ പിന്നീട് വരുന്നവരാണ്. അതിനു മുൻപാണ് നിക്കോദേമോസ് യേശുവിലേക്ക് വിശ്വസിച്ച് മാറ്റപ്പെടുന്നത്. സർവ്വ ഫരീസയരും പ്രത്യേകിച്ച് യേശുവിനെ കൊല്ലുവാൻ വേണ്ടി പുതിയ വഴികൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അതിലൊരു ഫരീസയൻ യേശുവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു വിരോധാഭാസമാണ്. സമൂഹത്തിലുള്ള സർവ്വരും അവനെ കൊല്ലുവാനായി നടക്കുമ്പോൾ ആ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരാൾ ആരെയാണോ സമൂഹം കൊല്ലാൻ വേണ്ടി നടക്കുന്നത് അയാളുടെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നു. തുറന്നൊരു ഹൃദയം ഇതിനാവശ്യമാണ്. നന്മ കാണുവാൻ, സത്യത്തെ തിരിച്ചറിയുവാൻ, കൃപയുടെ ഉറവിടങ്ങൾ അന്വേഷിക്കുവാൻ. നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇതിന് മനസ്സിലാക്കുവാൻ പറ്റണം. നമുക്ക് ദൈവ നന്മയ്ക്കു വേണ്ടി, കരുണയ്ക്കു വേണ്ടി, നീതിക്കു വേണ്ടി, ദൈവസമാധാനത്തിനു വേണ്ടി ഒരു കൂട്ടം ജനം പരിശ്രമിക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായ മറ്റൊരു കൂട്ടം പലയിടങ്ങളിലായി ഇവരൊറ്റപ്പെടുത്തുകയും കൊല്ലുകയും മോശമായ അവസ്ഥകളിലേക്ക് എത്തിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ തകർന്നു പോകുന്ന മനുഷ്യൻ്റെ മനസ്സുണ്ട് ഇവിടെ. ഈശോയോട് ഒരു കൂട്ടം ജനങ്ങൾ ചോദിച്ചതുപോലെ, നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞ, ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് കടന്നുപോയവൻ ഇപ്പോഴെവിടെയെന്ന്. എന്നാൽ എത്രമാത്രം ക്രൈസ്തവ വിശ്വാസം ഈ ലോകത്തിൽ തകർക്കപ്പെടുവാൻ ചരിത്ര പശ്ചാത്തലത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ അത്രയും അത് ഉയർത്തെഴുന്നേറ്റും വന്നിട്ടുണ്ട്. എത്രമാത്രം ഇത് മോശമാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനുള്ളിൽ നിന്ന് തന്നെ ജനഹൃദയങ്ങളിൽ നന്മയുള്ളവർ ഈ ദൈവത്തിങ്കിലേക്ക് വന്നിട്ടുണ്ട്. സൂസന്നയെ കുറ്റക്കാരിയെന്ന് സർവരും വിധിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ശബ്ദമില്ലാതിരുന്ന ഒരു കൊച്ചുകുട്ടി എഴുന്നേറ്റ് എനിക്കിതിൽ പങ്കില്ല എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം കാണിച്ചതുപോലെ ദൈവത്തിനു വേണ്ടി, പ്രകാശത്തിനു വേണ്ടി, ജീവനു വേണ്ടി ഒരു മനുഷ്യൻ ജീവിക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ അവനോടൊപ്പം ഈ ലോകം കൂടെ നിൽക്കുന്നൊരവസ്ഥ. ഹൃദയങ്ങളെ ജയിച്ചവനാണ് ഈശോനാഥൻ. മനുഷ്യഹൃദയങ്ങളിൽ നന്മയും സൗഖ്യവും സന്തോഷവും നൽകിയവനാണ്. ആ ദൈവത്തിൻ്റെ പിന്നാലെയാണ് നിക്കോദേമോസ് യാത്ര തുടങ്ങുന്നത്. അവൻ്റെ യാത്ര പ്രകാശത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ്. അവൻ ചോദ്യങ്ങൾ ചോദിക്കുന്നവനാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം ദൈവത്തിൽ നിന്ന് കണ്ടെത്തി അത് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തിയവനാണ്. പ്രിയപ്പെട്ടവരെ, നിക്കോദേമോസ് ഈ സമൂഹത്തിലെ നമ്മെപ്പോലുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ വലിയൊരു അടയാളമായി നിൽക്കുകയാണ്. നമ്മോടൊപ്പം ചരിക്കുന്നവരും നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവരും നമ്മളുടെ സ്നേഹിതരെന്ന് പറയുന്നവരുമൊക്കെ നമ്മുടെ ദൈവത്തെ അപഹസിക്കുമ്പോൾ, സാഹിത്യ ശാഖകൾ പലതും ദൈവത്തെ, ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും നമ്മുടെ നിലനിൽപ്പിനായി ഒരുപക്ഷെ അവരോടൊപ്പം ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ പോലും നമ്മുടെയൊക്കെ ജീവിതത്തെ പിടിച്ചു നിർത്തുവാൻ തമ്പുരാൻ നമ്മുടെ മുൻപിൽ നിക്കോദേമോസിനെ പോലെയുള്ള ചില അടയാളങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കും. എൻ്റെ ജീവിതം എപ്രകാരമാണ്? എൻ്റെ വിശ്വാസം ജീവിക്കുവാൻ എന്തുമാത്രം ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്? എൻ്റെ കുദാശ സ്വീകരണവും ദിവ്യകാരുണ്യ സ്വീകരണവും കുടുംബ പ്രാർത്ഥനകളും ഭക്തകൃത്യങ്ങളുമൊക്കെ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴക്കൂട്ടിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നുണ്ടോ? അതോ അത് ചെയ്യുന്നത് മൂലം മറ്റ് സ്നേഹിതരുടെയും മുൻപിൽ ഞാൻ അപഹാസ്യനായി മാറുന്നുണ്ടോ?
അവരുടെ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് അവരെന്നെ പുറത്താക്കുന്നുണ്ടോ? ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ടോ? ഒരു നിമിഷം ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഒന്ന് ഉറപ്പിക്കാം. നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്രകാരം നാം മുൻപോട്ട് കൊണ്ടുപോകുന്നുവോ അതിൽ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നാം കടന്നു പോകുന്ന നിമിഷങ്ങൾ, സമൂഹത്തിൽ മറ്റുള്ളവർ മുഴുവനും തിന്മയെന്ന് പറയുമ്പോഴും നന്മയ്ക്കു വേണ്ടി നാം നിൽക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ ആ നന്മയുടെ പേരിൽ നാം ഒക്കെ അവഹേളിക്കപ്പെടുന്ന നിമിഷങ്ങൾ, അത് കുടുംബത്തിലാവാം, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലാവാം, ജോലി ചെയ്യുന്നിടങ്ങളിലാവാം, ജോലി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്ക് അവർ എത്തിക്കുമ്പോൾ ദൈവമാകുന്ന പ്രകാശത്തെ ഈ ഇരുളിൻ്റെ അവസ്ഥകൾക്ക് നടുവിൽ കണ്ടെത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയെ ദിവ്യകാരുണ്യനാഥ, സഹിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പലപ്പോഴും ഇരുട്ടിലാക്കപ്പെടുന്ന സഹോദരനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. മറ്റുള്ളവർ നടത്തിക്കൊണ്ടുപോകുന്ന സേവന കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, വ്യാവസായിക മേഖലകൾ, അവിടെയൊക്കെ ജോലി ചെയ്യുവാനായി ദിവ്യബലി സമയങ്ങളും കുദാശ സമർപ്പണ സമയങ്ങളുമൊക്കെ അവർ മാറ്റിമറിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും അചഞ്ചലമാവുമ്പോൾ, പലപ്പോഴും സംശയിക്കപ്പെടുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇരുളിൻ്റെ നിമിഷങ്ങളേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ നിന്നെ സംശയിക്കുമ്പോൾ ഈശോയെ, നിക്കോദേമോസ് ശക്തമായൊരു അടയാളമായി ഞങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. നീ ഞങ്ങളെ നയിക്കണമേ ദിവ്യകാരുണ്യനാഥ. നീയാകുന്ന പ്രകാശത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ സംശയങ്ങൾക്ക് നീ ഒരു അറുതി വരുത്തണമേ. നിന്നിലേക്കാകുവാൻ, ജീവിതത്തെ മുഴുവൻ നിന്നിലേക്ക് സമർപ്പിക്കുവാൻ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും നിന്നിലേക്ക് സമർപ്പിക്കുവാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന, വെല്ലുവിളിക്കപ്പെടുന്ന നിമിഷങ്ങളെ ഓർക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയെ ധൈര്യം നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സ്വസ്ഥമായ ഒരു നിദ്ര, ദൈവം നൽകുന്ന പ്രകാശത്തിലേക്കുള്ള ഒരു യാത്ര ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.